ഹായ് മുത്തുമണീസ്, എന്ത് പറയണു? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണു. ഇന്ന് അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അതായത് പ്രകൃതി ചില സമയത്ത് മഴയായിരിക്കും, ചില സമയത്ത് വെയിലായിരിക്കും. രണ്ട് രീതിയിൽ നമ്മുടെ പ്രകൃതിയിൽ തന്നെയുണ്ട് അല്ലേ. പിന്നെ മനുഷ്യരുടെ കാര്യം പറയാനുണ്ടാവും. ഇപ്പം ഇന്നലെ കുറേ മെസ്സേജുകൾ വന്നതാണ്, പോസിറ്റീവായിട്ടിരിക്കാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം ചേച്ചി, എന്താണ് ചെയ്യുന്നത്? ഈ പറയുന്ന നെഗറ്റീവ് മൈൻഡും പോസിറ്റീവ് മൈൻഡും എനിക്കുമുണ്ട്. പക്ഷേ അത് നമ്മൾ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. ഞാനാണ് തീരുമാനിക്കേണ്ടത് അത് എത്ര ദിവസത്തേക്ക് വേണം. ചിലപ്പം ഒരു നിസ്സാര കാര്യം നമുക്ക് വർഷങ്ങളോളം കൊണ്ടുപോവാം, അല്ലെങ്കിൽ മാസങ്ങളോളം കൊണ്ടുപോവാം, ദിവസങ്ങളോളം കൊണ്ടുപോവാം. എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് അതങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കും, അതിനുള്ള വഴികൾ കണ്ടുപിടിക്കും. അത്രേ പാടുള്ളൂ. നമ്മളത് എത്രമാത്രം കൊണ്ടുപോകുന്നു. ഇപ്പം നമുക്ക് നല്ലൊരു ജോലി കിട്ടി, നല്ലൊരു കാറ് വാങ്ങി, അല്ലെങ്കിൽ കുറച്ച് ഡ്രസ്സുകൾ വാങ്ങി, നല്ല ഭക്ഷണം കഴിച്ചു, എല്ലാം നല്ല നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഭയങ്കര പോസിറ്റീവായിരിക്കും, നമ്മുടെ മൈൻഡ് ഭയങ്കര പോസിറ്റീവായിരിക്കും, നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. പക്ഷേ ജോലി നഷ്ടപ്പെട്ട് സാമ്പത്തിക പ്രതിസന്ധികൾ വന്ന്, കടം വന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മൈൻഡ് പെട്ടെന്ന് അങ്ങോട്ട് നെഗറ്റീവ് ആവും. അപ്പോൾ ഈ നെഗറ്റീവ് ആവുന്ന ഇപ്പോൾ ഈ നഷ്ടങ്ങളുടെ കണക്കുകൾ വരുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട്സ് ആവട്ടെ, റിലേറ്റീവ്സ് ആവട്ടെ, എല്ലാവരും ആരാണെങ്കിലും നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ ചെയ്തതിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തതിൻ്റെ കുഴപ്പമാണ്, നീ അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ശരിയായേനെ, എന്താണ് ഇങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. അതേ സമയത്ത് നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കുകയാണ്, നല്ല രീതിയിൽ നടന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. ആ രീതിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ പറയുന്ന ഈ കുശുമ്പും കൊണ്ട് പറഞ്ഞു വരുന്നവർക്കൊക്കെ എന്താ പറയുക, അല്ല, ഈ കുറ്റപ്പെടുത്തിക്കൊണ്ട് വരുന്നവർക്കൊക്കെ പൊതുവേ ഒരു കുശുമ്പ് തോന്നും ഇല്ലേ. അതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മുടെ പോസിറ്റിവിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കൊരു വിഷമം വന്നു, ഓക്കെ, വിഷമമുണ്ട്, അത് ഒന്നുകിൽ ശരിക്കും അങ്ങോട്ട് കരഞ്ഞങ്ങോട്ട് തീർക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോണക്ക് ഒരു ഡ്രൈവിന് പോവുക, ഒന്ന് നടക്കാൻ പോവുക, ഒരു ചായ കുടിക്കാൻ പോവുക, അല്ലെങ്കിൽ ഒരു ജ്യൂസ് കഴിക്കാൻ പോവുക. ഇതൊന്നും വേണ്ട, നല്ലൊരു ഡ്രസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ചൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വിലയുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഇത് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഇല്ലേ. അത് ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. നമുക്ക് എന്താണോ സന്തോഷകരമായിട്ട് തോന്നുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അത് നമ്മളായിട്ട് തന്നെ, ഞാൻ പോസിറ്റീവായിട്ട് ഇരിക്കുള്ളൂ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാം. അല്ലാതെ അതിങ്ങനെ നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഇങ്ങനെ മുറുക്കെ പിടിച്ചുകൊണ്ട് മാസങ്ങളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം അങ്ങനെ ഇരിക്കരുത്. ഇപ്പം ഇന്നലെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എന്നെ കാണുമ്പോൾ അത് തോന്നൂല ഇന്നലെ ഞാൻ അങ്ങനെ ആയിരുന്നു എന്ന്. പക്ഷെ ഇന്നലെ ചിലപ്പോൾ എന്നെ കണ്ടാൽ തോന്നിയിരിക്കും. മനസ്സിലാവുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാക്സിമം നേരത്തെ നിങ്ങളുടെ മൈൻഡ് കൊണ്ട് നിങ്ങൾക്കത് ശരിയാണ്. നമുക്ക് ഈ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ റിക്കവർ ചെയ്ത് കയറി പോരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ഒന്ന് മാത്രം ചിന്തിക്കുക, എനിക്ക് അതിന് പറ്റും, ഐ ക്യാൻ ഡു. അതായത് ഞാനത് ചെയ്യും, എനിക്കതിന് റിക്കവർ ചെയ്ത് കയറി പോരാനായിട്ടുള്ളൊരു കഴിവുണ്ട്, ഞാനത് ചെയ്യും എന്ന് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ലൈഫാണ്, അപ്പം അത് ഞാൻ കരഞ്ഞു തീർക്കണോ ചിരിച്ച് ജീവിക്കണോ എന്നുള്ളത്, ചിരിച്ച് തീർക്കണോ എന്നുള്ളത് ആര് തീരുമാനിക്കണം? ഈ ഞാൻ തന്നെ തീരുമാനിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആ രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കൊണ്ടുവരിക. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമിച്ചിരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫുൾ ടൈം വിഷമിച്ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ. അതല്ലാതെ നമ്മൾ സന്തോഷമായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ എന്തായാലും മാറുമൊന്നുമില്ല. അതവിടെ ഇങ്ങനെ നമ്മുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും, ഇപ്പോൾ ഒരു കടം വന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പെട്ടെന്നൊന്നും സാധിക്കുമൊന്നുമില്ല. അപ്പം നമ്മൾ ചിരിച്ചുകൊണ്ടിരുന്നാലും കരഞ്ഞുകൊണ്ടിരുന്നാലും ഈ ഉള്ള സാധനം അവിടെ തന്നെ ഇരിക്കത്തില്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് കരഞ്ഞെന്ന് കരുതിക്കൊണ്ട് ഇത് നമ്മളെ വിട്ടങ്ങോട്ട് പോവോ, അങ്ങനെയൊന്നുമില്ല. അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ മെയിനായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് വയ്യായിക വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരുപാട് ബാധ്യതകൾ വരാറുണ്ട്. അങ്ങനെ വന്ന സാഹചര്യങ്ങളിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മളായിട്ട് വരുത്തി വെച്ച സംഭവങ്ങളൊന്നും അല്ലല്ലോ. അല്ലാതെ നമ്മൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ആവശ്യമില്ലാതെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിക്കാൻ പോകുമ്പോഴാണ് ഈ കടത്തിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. അങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് വാങ്ങിക്കാനായിട്ട് ഒരു എന്താ പറയുക, ആരുടെങ്കിലും എന്തെങ്കിലും ഒരു കടബാധ്യതയിലേക്ക് ചെന്ന് ചാടുമ്പോൾ അത് വീട്ടാനായിട്ടുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടോ, ഏത് രീതിയിൽ എനിക്കത് വീട്ടാൻ പറ്റും എന്ന് ചിന്തിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം എടുക്കാൻ പോവുക.
അപ്പം ഞാൻ ഈ പറഞ്ഞ കണക്ക് വയ്യായിക വന്നു, നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു, അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുത്തി വെക്കുന്ന ഒരു സംഭവമല്ല. അല്ലാതുള്ള കാര്യങ്ങൾ നമ്മളിപ്പം മറ്റുള്ളവരുടെ മുന്നിൽ വലിയ ആളാവാൻ വേണ്ടിയിട്ട് ചിലരിങ്ങനെ ഒരുപാട് ദൂർത്തടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കടങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ച് ഇത് തീർക്കാൻ വേണ്ടി അപ്പുറത്തുനിന്ന് മേടിക്കും, അപ്പുറത്ത് തീർക്കാൻ വേണ്ടി അതിനപ്പുറത്തുനിന്ന് മേടിക്കും, ഇങ്ങനെ കുറേ ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാതെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ചെയ്യുകയാണ്, എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീട്ടാനായിട്ടുള്ളൊരു സാഹചര്യം നമുക്കുണ്ടാവും. പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാലും ഈ കൊടുക്കാനുള്ളതൊന്നും കൊടുത്തു തീർക്കുകയില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവരുടെ പ്രഷർ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു കാരണവശാലും സന്തോഷ സമാധാനവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 10 രൂപ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് കൊടുത്തു തീർക്കുകയാണെങ്കിൽ ഈ ഒരു മനസമാധാനവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇടയിലേക്ക് ഇങ്ങനെ വന്നു ചേരുക തന്നെ ചെയ്യും. പിന്നെ ഈ ഉയർച്ചയും താഴ്ചയും ഒക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതല്ലേ, ഉള്ളതാണ്. അത് അതിൻ്റെതായ വഴിക്ക് വരും. ഒരു ഉയർച്ചയുണ്ടെങ്കിൽ ഒരു താഴ്ചയുണ്ട്, ഒരു താഴ്ചയുണ്ടെങ്കിൽ ഒരു ഉയർച്ച ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടില്ലേ. അത് ശരിയാണ്. അത് അതിൻ്റെതായ വഴിക്ക് അങ്ങോട്ട് പൊക്കോളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ കുറച്ചൊരു ഉയർച്ച വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അമിതമായിട്ട് അങ്ങനെ ആഹ്ലാദിച്ച് അഹങ്കരിച്ച് ഞാൻ വലിയ സംഭവമാണ്, എനിക്ക് ഏതാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇനി എനിക്ക് ആരെയും വകവയ്ക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അതിലങ്ങോട്ടുണ്ടല്ലോ അങ്ങോട്ട് തിമർത്താടി ഉല്ലസിക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു ഇതിനകത്ത് നമ്മളൊന്ന് താഴേക്ക് പോന്നു കഴിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റാത്തൊരു വീഴ്ചയായിരിക്കും. അതായത് നമ്മൾ നമുക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം വരുമ്പം അമിതമായി ആഹ്ലാദിച്ചോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അമിതമായിട്ട് ആഹ്ലാദിച്ചാൽ കുഴപ്പമില്ല, അഹങ്കരിക്കാൻ പോകരുത്. അതുപോലെ തന്നെ നമുക്കൊരു നെഗറ്റീവായിട്ട് കുറച്ച് താഴ്ചയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ അതോടെ തീർന്നു എന്ന് വിചാരിക്കരുത്. അതിൽ നിന്നും ഞാൻ കരകയറും, എനിക്കും ഒരു സമയം വരിക തന്നെ ചെയ്യും, എനിക്കത് ചെയ്യാൻ സാധിക്കും, ഈ സമയം ഇങ്ങനെ കഴിഞ്ഞു പോകും എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇല്ലാത്തവർക്കാണ് ഈ ഒരുപാട് ഡിപ്രഷനിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. എന്തും നമുക്ക് തരണം ചെയ്യാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ചെയ്തെടുക്കുക. എല്ലാവർക്കും അതിനുള്ള കഴിവുകളുണ്ട്. നമ്മളത് പ്രാക്ടീസ് ചെയ്ത് എടുക്കണം. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പാഠവും നമുക്ക് പഠിക്കാനായിട്ടുണ്ടാവുമെന്നേ. അത് എന്താണെന്ന് കണ്ടുപിടിക്കാം. ഓരോ വീഴ്ചയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ആ പാഠം പഠിച്ച് വീണ്ടും ആ ഒരു രീതിയിലേക്ക് പോകാതെ അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനാണ് നോക്കേണ്ടത്. പിന്നെ ഈ പറയാനുള്ളവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്കിപ്പോൾ നമ്മളോടല്ലെങ്കിൽ അടുത്ത ആളോട് പോയി അവർക്കത് പറഞ്ഞേ പറ്റുള്ളൂ. അത് അവരുടെ സ്വഭാവമായിപ്പോയി, മനുഷ്യ സഹജമാണത്. അപ്പോൾ അതുകൊണ്ട് അവരവിടെ എങ്ങനെ ഇരുന്ന് പറഞ്ഞോട്ടെ, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാനേ പോകണ്ട. നമ്മൾ നമ്മുടെ കാര്യം കറക്റ്റായിട്ട് നോക്കുക. ഒന്ന് വീണാൽ കിടന്നു പോയാലാണ്. അതാണ് ഞാൻ എപ്പോഴും പറയും തൊട്ടാവാടിയുടെ കാര്യം. എന്നോട് ശരിക്കും ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ചെടിയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തൊട്ടാവാടി എന്ന് പറയും. കാരണം എന്താണെന്ന് പറയും, ഈ തൊട്ടാവാടിക്ക് എന്താ ഒരു കുഴപ്പം? അത് ഒന്ന് വാടിപ്പോയാലും വീണ്ടും അത് ഉയർത്തെഴുന്നേറ്റ് ആ ഒരു പഴയ രീതിയിൽ തന്നെ വരും. ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ അത് വാടും, ഓക്കെ, പിന്നെ അത് ഉയർത്തെഴുന്നേൽക്കുന്നില്ലേ? അതും കൊണ്ട് അങ്ങോട്ട് എന്താ പറയുക, അടിയെ പോയി ആ ചെടിയെ നശിച്ചു പോകുമല്ലോ ചെയ്യണത്. ഞാൻ വാടിപ്പോയി ഇനി ഞാൻ ഉയർത്തെഴുന്നേൽക്കില്ല എന്നല്ലല്ലോ പറയുന്നത്. വീണ്ടും അത് പഴയ രീതിയിലേക്ക് തന്നെ വന്നില്ലേ? ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. പിന്നെ ഈ തൊട്ടാൽ വാടുന്നത് കൊണ്ടാണല്ലോ അതിനെ തൊടാനായിട്ട് എല്ലാവരും വരുന്നത്. അത് വാസ്തവമല്ലേ? നമ്മളിപ്പോൾ റബ്ബറയിലും പ്ലാവിലും മാവിലും ഒന്നും പോയി തൊട്ട് നോക്കത്തില്ലല്ലോ. അതിൻ്റെ ഇല അങ്ങനെ തന്നെ ഇരിക്കുന്നത് കാരണം അത്രയൊന്നും നമ്മൾ തൊടാനൊന്നും നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ തൊട്ടാവാടി കാണുമ്പോൾ ഒന്ന് തൊട്ട് നോക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് നമുക്ക് കയറി വരും. അപ്പം മറ്റുള്ളവരെ നമ്മൾ തോണ്ടാൻ വരുമ്പോൾ നമ്മളങ്ങനെ ഡൗണായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവരെപ്പോഴും വന്ന് തോണ്ടി നോക്കുന്നത്. അപ്പം നമ്മൾ ഓക്കെയാണ്, എനിക്ക് നല്ല പവറുണ്ട്, ഞാൻ ഹാപ്പിയാണ്, എനിക്ക് എത്ര പ്രശ്നമുണ്ടെങ്കിലും ഞാൻ വീഴുമൊന്നുമില്ല, ഞാൻ പാടിപ്പോകുമൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ് എന്നത് നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. എന്നെ കണ്ടാൽ എൻ്റെ ഉള്ളിൽ വിഷമം എന്താണെന്ന് ഞാൻ പറയാതെ മറ്റൊരാൾ അറിയരുതെന്നേ. ആ ഒരു രീതിയിലൊന്ന് മുന്നോട്ട് പോയി നോക്കിയാൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കും. പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമങ്ങളില്ലാത്തവർ ആരുമില്ല. അതിന് ഒരു പരിധി നിശ്ചയിക്കുക. ഈ ഒരു സമയത്തിനുള്ളിൽ ഞാനിത് മാറ്റിയിരിക്കും, അതിനുള്ള വഴികൾ ഞാൻ കണ്ടുപിടിച്ചിരിക്കുക. അതിനുള്ള വഴികൾ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുക. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചിലർക്ക് പാട്ട് കേട്ടാൽ ഓക്കെ ആവും, ചിലർക്കൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോയി കറങ്ങി വന്നാൽ ശരിയാവും, മറ്റുള്ളവരുമായിട്ട് കുറച്ച് ചിലർക്ക് സംസാരിച്ചിരുന്നാൽ ഓക്കെ ആവും, ചിലർക്ക് ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മളെ സന്തോഷിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും കൂടെ ഓക്കെ ആവും. ഓരോരുത്തരും ഓരോ രീതിയിലാണ്. അവരവർക്ക് ഏത് രീതിയിലാണ് കറക്റ്റാക്കി കൊണ്ടുവരിക എന്നുള്ളത് അവനവനറിയാലോ. ആ ഒരു രീതിയിലൊന്ന് ആഞ്ഞു പിടിച്ചാൽ മതിയെന്നേ, അപ്പം എല്ലാം ശരിയായിക്കോളും. അപ്പം അതാണ് പറഞ്ഞത്, നമ്മൾ
പോസിറ്റീവായിരിക്കണോ നെഗറ്റീവായിരിക്കണോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അത് മറ്റൊരാളുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുന്നത്. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. അപ്പം അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിൻ്റെ കറക്റ്റ് റൂട്ടിലൂടെ പോയാൽ ഒറ്റ പ്രശ്നമില്ല. അപ്പം എന്താ ചെയ്യുക? നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് മുഖേന അറിയിക്കുമെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല തെളിച്ചമുള്ള അന്തരീക്ഷമാണെന്ന്, അതുപോലെ തന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തെളിഞ്ഞ് സന്തോഷത്തോടു കൂടി ഇരിക്കട്ടെ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ.